Hi guys, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഓഫീസിൽ നിന്ന് നേരെ ഷോപ്പിങ്ങിന് വന്നു. ആക്ച്വലി വൈകിട്ടാണ് ഷോപ്പിങ്ങിന് വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സൺഗ്ലാസ് വെച്ചത്. വെയിലുള്ളപ്പോഴായിരുന്നു. പിന്നെ ഇപ്പോൾ പവറും കൂടെ ഉള്ളതുകൊണ്ട് ഞാനിതങ്ങ് വെച്ചേക്കുകയാണ്. അപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാത്രി 12 മണിക്ക് ദേവയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഓഫീസിൽ നിന്ന് നേരെ വന്നതാണ്. ഞാൻ ദേവയുടെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് രാത്രി വീട്ടിലാണ് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങോട്ട് കാണിക്കാം, പിന്നെ അങ്ങോട്ട് പോകാം. അപ്പോൾ എനിക്ക് 1-2 ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ദേവിക്ക് വാങ്ങാനുണ്ടായിരുന്നു. അത് വാങ്ങി കുറച്ച് ഫുഡും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇത് നേരെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ദേവിനെ വിളിച്ചിട്ട് ഇപ്പോൾ ചീത്ത വിളിച്ചു, എവിടെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇങ്ങനത്തെ കാര്യം ഞാൻ ഇതിനാണ് പോയെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ ഡിലേ ആയി, അപ്പം അതുകൊണ്ട് ലേറ്റ് ആവുന്നതാണ്. സംഭവമല്ല, ഞാൻ ഷോപ്പിങ്ങിന് വന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കിപ്പം വണ്ടി കയറാം, നേരെ വീട്ടിലോട്ട് പോകാം. ബാക്കി കാര്യങ്ങളും കാഴ്ചകളും വീട്ടിൽ ചെന്നിട്ട്. ഞാൻ നല്ല ടയേർഡാണ് ആക്ച്വലി. രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്ന് കുറച്ച് പുതിയ ബിസിനസ് പ്ലാൻസും കാര്യങ്ങളൊക്കെ കമ്പനിയിലുണ്ടായിരുന്നു. അപ്പോൾ നാളെ അതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നാളത്തെയും ഞാൻ ഒറ്റ വ്ളോഗായിട്ട് കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ എന്തായാലും വിശക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിച്ചു. ഞാൻ സിഇഒയും കൂടെ പുറത്ത് പോയിരുന്നു, കുറച്ച് കഴിച്ചു. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട്. എക്സൈറ്റഡ്. ചോയ്ത്രാംസിന്ന് റോസും വാങ്ങിച്ചു. പിന്നെ ഈ ചോക്ലേറ്റ് ദേവിക്ക് ഭയങ്കര ഇഷ്ടം, അതും വാങ്ങിച്ചു. ദേവ ഇന്ന് ഇടുന്ന ഔട്ട്ഫിറ്റ് റെഡാണ്, അതുകൊണ്ടാണ് ഞാൻ റോസ് തന്നെ വാങ്ങിച്ചത്. ഹായ് ഗായ്സ്. സോ അങ്ങനെ ദേവനന്ദ രാജേഷ് മേനോൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ആദിത്യ രാജേഷ് നായർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീട്ടിലിപ്പം ദേവയുടെ അമ്മായിമാരും മാമന്മാരും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇനി എന്താ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവയ്ക്ക് അറിയത്തില്ല താഴെ എന്താണ് സെറ്റപ്പ് എന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ മാരക സെറ്റപ്പാണെന്ന് ദേവയ്ക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും ദേവിക്ക് നമ്മളൊരു സർപ്രൈസ് കൊടുക്കുക എന്ന് ദേവയോട് തന്നെ പറഞ്ഞതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനിയും ഒരു ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ദേവനന്ദ 19 വയസ്സാവുന്നതാണ്. സ്വീറ്റ് 19. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളും കാഴ്ചകളും കാണിച്ചു തരാം. ഓരോ റൂമിലും ഓരോ ആൾക്കാർ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്, സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതെന്താ I didn't expect that. I thought it would be inside. എക്സ്പെക്ടേഷൻ ഒക്കെ നമ്മൾ പൊളിച്ചെടുക്കും. Why are there balloons in a basket? അത് ഈ വായിലല്ലാത്തപ്പോൾ എന്തെങ്കിലുമൊക്കെ വരുന്നത്. ഇത്തവണ ഒന്നും വന്നില്ല, കുഴപ്പമില്ല, ഹാപ്പൻസ്. ഞാൻ ഇവിടുത്തെ സെറ്റപ്പ് ഒക്കെ കാണിച്ചു തരാം. ഇതെങ്ങനെ നിങ്ങളാ ഇങ്ങനെ കൂടിയത്? 5 ഇഞ്ചിന്റെ ഹീൽസ് ഇട്ടിട്ടുണ്ട്. ഞാൻ ആലോചിക്കുന്നത് ഞാൻ ഇങ്ങനെ ഞാനും കുഞ്ഞുമൊക്കെ ചിക്കൻ. ചേട്ടനാണ് കോഴി, ഞാനാ കോഴി, അവനല്ല കോഴി. ഫുൾ ടൈം കോഴി കഴിക്കുന്നു, പക്ഷെ അവന് മാധവാണ് ഇതെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തത് ഒറ്റയ്ക്ക്. ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടാ, പക്ഷെ ചേച്ചിക്ക് വേണ്ടി ചെയ്യുന്നല്ലേ. ഞാനും ദേവയും സെലിബ്രേറ്റ് ചെയ്യുന്ന ദേവയുടെ 3ാമത്തെ ബർത്ത്ഡേ ആണിത്. 23-ൽ കൊച്ചിയിൽ വെച്ചിട്ടും 24-ൽ ദുബായിൽ വെച്ചിട്ടുമായിരുന്നു. ആ ബർത്ത്ഡേ അങ്ങ് പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. കാര്യം ഷീ വാസ് ലീവിങ് ടു UK ഹയർ സ്റ്റഡീസിനായിട്ട് പോകുമായിരുന്നു. ഇപ്പം തിരിച്ചു വന്നിട്ട് 3rd ബർത്ത്ഡേ ആണ് നമ്മളിപ്പം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ദൈവം സഹായിച്ച് ഇനി ഒരു 100 വർഷമെങ്കിലും ഞങ്ങൾക്ക് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥനയുമായിട്ട് നമ്മൾ ഇന്ന് വാങ്ങിയിരിക്കുന്ന കേക്ക് എന്ന് പറയുന്നത് മാംഗോ ബേസ്ഡ് ആയിട്ടുള്ള കേക്കാണ്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പം മിസ് ചെയ്യുന്നത് മെയിനായിട്ട് ദേവയുടെ അമ്മൂമ്മയും അച്ഛമ്മയൊക്കെയാണ്. പിന്നെ ഒബ്വിയസ്ലി എൻ്റെ വീട്ടുകാരെയും മിസ് ചെയ്യുന്നുണ്ട്.
ഉടനെ നാട്ടിലോട്ട് പോകണം എന്ന പ്ലാൻ മനസ്സിലുണ്ട്. എല്ലാ ബർത്ത്ഡേയ്സും എല്ലാവരുടെയും ഈ കാണുന്ന നിങ്ങളടക്കം സെലിബ്രേറ്റ് ചെയ്യണം. കാര്യം ലൈഫ് ഒറ്റ ലൈഫ്, എൻജോയ്. പൊതുവെ എല്ലാം പുറത്ത് പോകുന്നതാണ്. ഇന്ന് പോയില്ല, വീട്ടിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഫുഡ് നമ്മൾ വെജും നോൺ വെജും മിക്സ്ഡ് ആയിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. നവരാത്രി ആയതുകൊണ്ട് കുറച്ച് പേരൊക്കെ വെജിറ്റേറിയൻ ആണ്. അപ്പോൾ നോൺ വെജായിട്ട് എന്നെപ്പോലെ 1-2 ആൾക്കാരും. യെസ്. എന്ത് തോന്നുന്നു? ഗിഫ്റ്റുകൾ എല്ലാം ഇഷ്ടപ്പെട്ടോ? പുള്ളിക്കാരിക്ക് വാച്ചൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാനൊരു വാച്ച് വാങ്ങി, പിന്നെ ഒരു സൺഗ്ലാസും വാങ്ങി, പിന്നെ ആ റോസും ആ ചോക്ലേറ്റും ഒക്കെയാണ്. സൺഗ്ലാസ് ഒന്ന് വെച്ച് പരീക്ഷയെ കാണിച്ചു തരുമോ? വെർസാഷെ. ഓക്കെ ഓക്കെ. ഓക്കെ. ഓ ഭയങ്കര സെറ്റ്. എനിക്കൊരു മീറ്റിംഗിൽ പോയിട്ട് ഞാൻ പോയിട്ട്. ഓക്കെ. വരുന്ന വഴി സുഭാഷിന്റെ പുതിയ ഡോഡ്ജ് സ്കാറ്റ് പാക്ക് പാർക്ക് ചെയ്തേക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് അവൻ പുതിയതായിട്ട് എടുത്തതാണ്. യെസ്. ഹായ് ഗൈസ്. സോ ഞാൻ സുഭാഷും കൂടി ഇപ്പോൾ ഒരു മീറ്റിങ്ങിന് പോവാണ്. സുബൈർ ഡയറക്റ്റ് അങ്ങോട്ട് വരും. 25 hours എന്ന് പറഞ്ഞ ഹോട്ടലാണ്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി എടുക്കുന്നത്, ഇവൻ ഡോഡ്ജിലാണ് വന്ന്. ഞാൻ കാണിച്ചല്ലോ നിങ്ങളെ വണ്ടി, ഞാൻ കാണിച്ചായിരുന്നു, അവിടെ കിടപ്പുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവൻ്റെ വണ്ടി എടുക്കുന്നില്ല. കാര്യം എൻ്റെ വണ്ടി എടുത്തിട്ട് അവിടുന്ന് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. കാര്യം എനിക്ക് ഉച്ച കഴിഞ്ഞ് കുറച്ച് പരിപാടി ഉണ്ട്, എന്ത് അവിടെ ബർത്ത്ഡേക്ക് ആയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ കാണാൻ പോകുന്നത് നമ്മുടെ മാർക്കറ്റിംഗ് ടീമിനെയാണ്. ആൽഫിയ സിദ്ധാനെയാണ് കാണാൻ പോകുന്നത്. എൻ്റെ ഫ്രണ്ട്സാണ് അവർ. ബട്ട് പ്രൊഫഷണലി ഫ്രഷ്നോവിൻ്റെ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ആയിട്ട് നമ്മൾ ടൈപ്പ് ആക്കിയിരിക്കുന്നത് അവരുടെ ബ്രഫ്യൂ സ്റ്റുഡിയോ ആയിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് കമ്പനിയുടെ കുറച്ച് കാര്യങ്ങളൊന്ന് മോഡിഫൈ ചെയ്ത് കുറച്ച് കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്യാനുണ്ട്. അപ്പം CEO സുബൈർ അങ്ങോട്ട് വരും. അപ്പം ഞാനും സുഭാഷും കൂടി ഇപ്പം അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ബാക്കി അവിടെ ചെന്നിട്ട് ബൈ ബൈ. ഞങ്ങൾ 25 hours ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. ഇവിടെയാണ് ഇന്നത്തെ മീറ്റിംഗ് മാർക്കറ്റിംഗ് ആളുമായിട്ട്. മാർക്കറ്റിംഗ് ആൾ എൻ്റെ ഫ്രണ്ട് തന്നെയാണ്, സിദ്ധാൻ ആൽഫിയ. അവരാണ് നമ്മളുടെ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അതിൽ ആൽഫിയ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കുറേ കാര്യങ്ങൾ ബ്രെയിൻ സ്റ്റോം ചെയ്തു. ഫ്രഷ്നോവിൻ്റെ ഫ്യൂച്ചറും അതിൻ്റെ കുറച്ച് മാർക്കറ്റിംഗ് എലമെൻസും ആണ് ഇന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത്. ഹലോ ഗൈസ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ മാർക്കറ്റിംഗ് ടീമുമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞു. ഞാനും CEOയും സുഭാഷും കൂടെ. ഞാനിപ്പം CEO ലഞ്ച് ഓഫർ ചെയ്തു, പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് കഴിക്കാൻ പറ്റില്ല എനിക്ക്. ഞാൻ ദേവയുടെ നിർഭാഗ്യമല്ല കേട്ടോ, ഭാഗ്യം തന്നെ. ദേവ കേട്ടോ ഞാൻ ചീത്ത വിളിക്കും. അപ്പോൾ ഞാൻ ബർത്ത്ഡേ ലഞ്ചിന് പോവാണ്. ഇവർ വേറെ എന്തോ ലഞ്ചിന് പോവാണ്. പുള്ളിക്കാരന് ഓയിസ്റ്റർ കഴിക്കാൻ, ഓയിസ്റ്റർ അല്ലേ, സാൽമൺ കഴിക്കാനായിട്ട് ഇവർ പോവാണ്. നമുക്ക് കമ്പനിക്ക് നമ്മൾ മെഷീനിൽ മ്യൂസിക് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ജിങ്കിൾ സെറ്റ് ചെയ്യാനായിട്ടൊരു മ്യൂസീഷ്യനെ കാണുകയും വേണം. അപ്പോൾ അവരതിന് പോവാണ്. ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. യെസ്. അപ്പോൾ എന്തായാലും ഇനിയും വീട്ടിലുണ്ട്. ഹായ് ബർത്ത്ഡേ ഗേൾ. ഹായ്. ഞാൻ 1-2 ദിവസം മുമ്പ് തൊട്ടേ ഒരു റീസേർച്ച് നടത്തിയിട്ട് ഞാൻ മനസ്സിലാക്കിയത് അനന്തരയുടെ നല്ലൊരു പ്രോപ്പർട്ടി പാം ജുമേറയിലുണ്ട്. അത്യാവശ്യം ഭയങ്കര അടിപൊളിയാണ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ദേവയായിട്ട് ഡിന്നർ കഴിക്കാൻ ദേവേനെയും കൊണ്ട് അവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ 4-5 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇതിലേതാണ് വേണ്ടതെന്നുള്ളത് ഡിസൈഡ് ചെയ്യണം.
ബർത്ത്ഡേ ഡിന്നേഴ്സ് എപ്പോഴും നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യണമെന്നാണ് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എങ്ങനെയുണ്ട് ദേവ? സ്ഥലം ഇഷ്ടപ്പെട്ടു? Super. അനന്തര എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് ഏറ്റവും നല്ലൊരു 5 സ്റ്റാർ പ്രോപ്പർട്ടി ഉണ്ടെന്ന് നോക്കി. ബാബ് ജൂനിയറുടെ സൈറ്റിൽ ഇതുണ്ടെന്ന് കണ്ടു. അങ്ങനെ ഡിന്നറിന് ദേവയായിട്ട് വന്നിരിക്കുകയാണ്. ദേവയ്ക്ക് ബർത്ത്ഡേ ഡിന്നർ കൊടുക്കാൻ. യെസ്, ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. എനിക്കും അറിയത്തില്ല, വെളി കണ്ടിട്ട് ആകെ അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഡിസൈഡ് ചെയ്യാം, ബുഫേ വേണോ അലക്കാട്ട് വേണോ എന്താണെന്നുള്ളത് ഡിസൈഡ് ചെയ്തിട്ട് നിങ്ങളെയും കാണിച്ചു തരാം. വളരെ കാമായിട്ടുള്ള ഒരു എൻവയൺമെൻറ്റാണ് ഇവിടെ. അധികം തിരക്കോ അല്ലെങ്കിൽ അധികം ബഹളമോ ഒന്നുമില്ല. പീസ്ഫുള്ളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ. അടിപൊളിയാണ്. ഞാൻ വെറുതെ എക്സാജറേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, അടിപൊളിയാണ് ആക്ച്വലി. ലഞ്ച് കഴിച്ചത് വളരെ ഡിലേ ആയതുകൊണ്ട് അധികം വിശപ്പില്ല. അപ്പം എവിടെ പോകണമെന്ന് കൺഫ്യൂഷനായിരുന്നു. ബട്ട് ഒരു റെസ്റ്റോറൻറ്റ് ചൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഞങ്ങൾ ആക്ച്വലി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു പീറ്റ്സ, അത് ടർക്കി കൊണ്ടുള്ള പീറ്റ്സയാണ്. പീറ്റ്സ പ്ലസ് കലമാരി ഫ്രൈസ് പ്ലസ് ഒരു മൊയ്ത്തോയുമാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇപ്പം ദേവ വേർജിൻ മൊയ്റ്റോ പറഞ്ഞു. Mojito ഇല്ല, അതിനകത്തൊന്നും ഇല്ല, ഐസ് മാത്രം. ഐസ് മാത്രമേ. ഐസ് ഒരു 2 അല്ലേ? എന്തായാലും കുടിച്ചു നോക്കാം. ഫുഡ് എന്തായാലും എങ്ങനെയുണ്ട്? ക്ലാസി. ഈ പ്രോപ്പർട്ടിക്കകത്ത് തന്നെ ഒരു പ്രൈവറ്റ് ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതും നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വേറെ ആൾക്കാരോ തിരക്കോ ബഹളമോ ഒന്നുമില്ല. കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. ദേവയുടെ ബർത്ത്ഡേ എന്ന് അറിഞ്ഞിട്ട് ഇവർ തന്നെ ഒരു കേക്ക് ലാസ്റ്റ് കൊണ്ട് തന്നു. ഭയങ്കര യമ്മി ആയിരുന്നു അത്. ദേവയുടെ ഡ്രസ്സുമായിട്ടും നല്ലപോലെ ബ്ലെൻഡ് ആവുന്ന ടൈപ്പ് ഒരു കേക്കായിരുന്നു അത്. അപ്പം ഇപ്പം കണ്ടില്ലേ, ഇങ്ങനെയായിരുന്നു ദേവയുടെ ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. ഈ ഓർമ്മകൾ, ഈ മെമ്മറീസ്, ഇതാണ് നമ്മളുടെ ലൈഫ് ലോങ് കൂടെ നിൽക്കുന്നത്. അപ്പം ഇതൊക്കെ എന്ന് പറയുന്ന എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ എക്സ്പീരിയൻസ്, പുതിയ എക്സ്പീരിയൻസ് കാണുന്ന നിങ്ങൾക്കും കിട്ടട്ടെ. അപ്പോൾ ബൈ. ഒക്കെ നടക്കുന്നേ, എൻ്റെ സ്വപ്നവും തൻ്റെ സ്വപ്നം ഒക്കെ നടക്കും.